ഈ കാണുന്നത് അപ്പൂപ്പന്താടിയല്ല കേട്ടോ, ഇതാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അടീനിയത്തിൻ്റെ വിത്ത് എപ്പോഴാണ് പാകമാവുക എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഷോർട്സ് ഇട്ട്. അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് പാകമായി. ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് നിർത്തിയിരുന്നു. കാരണം അത് ഒത്തിരി പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നിർത്തണമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് റബ്ബർ ബാൻഡ് ഇട്ട് നിർത്തി. അല്ലെങ്കിൽ പൊട്ടി ഇതിങ്ങനെ പൊളിഞ്ഞിട്ട് പറന്നു പോകും കേട്ടോ. ഇപ്പം തന്നെ അത് പറന്നു പോകുന്നുണ്ട് ദേ. അങ്ങനെ ദേ കണ്ടോ, ഇതുപോലെ പൊട്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ വിത്ത് ഇളക്കിയിട്ട് ഞാൻ പാകാനായിട്ട് പോവുകയാണേ. ഇതിന് ഞാൻ ദേ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പോവുകയാണേ വിത്തുകൾ. ദേ ഇങ്ങനെ ബാക്കി ഇളക്കിയെടുത്തതിൻ്റെ ആ അപ്പൂപ്പന്താടി പോലത്തെ ആ ഭാഗം നമുക്ക് പറത്തിക്കളയാം, അത് പറന്നു പോട്ടെ. ബാക്കി നമുക്ക് ഇളക്കിയെടുത്തിട്ട് പാകാം കേട്ടോ. ഇങ്ങനെയാണെന്ന് തോന്നുന്നു പാകുന്നത്, എനിക്ക് വലിയ പിടിയില്ല ഇതിനെക്കുറിച്ച്. നോക്കാം, നട്ട് നോക്കാം കിട്ടുമെന്ന്. ചിലതൊക്കെ മോശമായിട്ടുള്ള വിത്തുകളുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ടൊരു ഉഷാറില്ലാത്ത വിത്ത് പോലെ ചിലതുണ്ട്, കുറേയൊക്കെ നല്ലതാണ്. അതേ ഞാൻ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പിങ്ക് കളർ അടീനിയുമാണ്. അപ്പോൾ ഇളക്കിയെടുത്തപ്പോൾ ഇത്രയാണ് കിട്ടിയത് കേട്ടോ. അത് വിത്തിലിരിക്കുന്ന കാണുമ്പോഴേക്കും ഒത്തിരി ഉള്ളതുപോലെ തോന്നും, പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി അത് നമുക്ക് പാവാം. ഞാൻ ദേ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിക്കകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. കുറച്ച് വിത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് കൊള്ളുന്ന അത്രയും വിത്തേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാട്ടോ അടീനി ഇങ്ങനെ സീഡിട്ട് നോക്കുന്നത് കേട്ടോ. ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. കുറച്ച് മണ്ണ് അതിൻ്റെ മേളിൽ കൂടി ഇട്ട് കൊടുക്കാവേ. ഒത്തിരി അധികം ഇടുന്നില്ല കേട്ടോ, കുറച്ച് മണ്ണ് മാത്രം ഇട്ടിട്ട് അതെല്ലായിടത്തേക്കും ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് പൊടിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ, നോക്കാം നമുക്ക്.